ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണിത്. ഏറ്റോന്റെ ഷ്പ്രഹൻ എനിക്ക് കമന്റ് ബോക്സിലായിട്ടും എൻ്റെ അടുത്ത് പേഴ്സണലി ടെലിഗ്രാം ഗ്രൂപ്പിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇത്രയും ഒരു ലാഗ് അടിച്ചതിന് അതിൽ നിന്ന് സോറി. ഞാൻ C1 C2 ഒരു ക്ലാസ്സിന്റെ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ അധികം നീട്ടി വിളിക്കുന്നില്ല, നമുക്ക് ഷ്പ്രഹൻ ടോപ്പിക്കിലേക്ക് പോകാം ഡയറക്റ്റ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഷ്പ്രഷനില് രണ്ട് ഔഫ്ഗാബയാണുള്ളത്. ഒരെണ്ണം നമ്മുടെ സിഷ് ഫോസ്റ്റലിനും ഒരെണ്ണം നമുക്ക് നമ്മുടെ ടെഷ്പ്ര പാർട്ട്ണർ ആയിട്ട്, അതായത് നമ്മുടെ പെയർ ആയിട്ട് ഒരു ടോപ്പിക്കിനെ പറ്റി, അതായത് കുറച്ച് സിറ്റുവേഷൻസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ രണ്ട് ഇതാണ് നമുക്കുള്ളത്. ഇതിന് നമുക്ക് 10 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സ്പീക്കിംഗ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതില് ഫസ്റ്റ് വൺ എക്സ്പ്രഷനിലുള്ളത് നമ്മുടെ ഔഫ്ഗാബ ഐൻസ് ആയിട്ട് വരുന്ന നമ്മുടെ ഫോർസ്റ്റലാണ്. അപ്പൊ ഈ ഫോർസ്റ്റെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ A1 ലെവലില് നമ്മൾ സാധാ പറയുന്ന പോലത്തെ ഒരു 10-15 പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. മാർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട് അവിടെ, 10 മാർക്ക് നമുക്കുള്ള സംഭവമാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതായത് നമ്മുടെ പേരെന്താണ്, നമ്മൾ എവിടെ താമസിക്കുന്നു, എവിടെ നിന്ന് വരുന്നു, എത്ര വയസ്സായി, പിന്നെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു ഔട്ട്ലുക്ക് എന്ന് പറയില്ലേ, ഒരു 4-5 സെന്റൻസുകൾ നമ്മൾ അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആദ്യം പറയാം. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുറച്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ കുറച്ച് ടോപ്പിക്സിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഷ്പ്രാഹൻ ബെറൂഫ് മ്യൂസിക് റൈസൻ ഫാമിലി, അല്ലെങ്കിൽ മാഹേഗൺ ഷ്പ്രാഹൻ ബെറൂഫ് മ്യൂസിക് റൈസൻ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കുറച്ച് പറയാൻ കിട്ടും എന്ന് തോന്നുന്ന കാര്യങ്ങള്, അതിന്റെ എന്ത് ചെയ്യണം, ഒരു 5 തേമാസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് അതിനെപ്പറ്റി എക്സ്ട്രാ നമ്മൾ സംസാരിക്കണം. അപ്പൊ നമ്മളിപ്പോ ഈവൻ ലെവലില് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ബെറൂഫ് എടുത്തു എന്ന് വിചാരിക്കാം. ബെറൂഫിനെ പറ്റി നമ്മൾ എന്താ സാധാരണ പറയാ, ഇപ്പൊ ഞാൻ ഒരു ക്രാങ്കൻഷ്വെസ്റ്റർ ആണ്, ഞാൻ എന്ത് പറയും, ഇഷ് ആർബൈറ്റെ അൽസ് ഐനം ക്രാങ്കൻഷ്വെസ്റ്റർ, അല്ലെങ്കിൽ ഇഷ് ബിൻ ഐനെ ക്രാങ്കൻഷ്വെസ്റ്റർ എന്നാണ് നമ്മൾ ഈവൻ ലെവലിൽ പറയുന്നത്. നമ്മൾ പക്ഷെ ഇപ്പൊ ഏത് ലെവലാണ്, A2 ലെവലാണ് അല്ലെ. അപ്പൊ നമ്മള് ബെറൂഫിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ് ജോലി, നമ്മൾ എത്ര ദിവസം വർക്ക് ചെയ്യും, അതായത് ഇപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഫോൺ ബിസ് വെച്ച് മോൺടാഗ് തൊട്ട് ഡൊണേഴ്സ് ടാഗ് അല്ലെങ്കിൽ ഫ്രൈ ടാഗ് വരെ നമുക്ക് ഇങ്ങനെ വർക്ക് ഉണ്ട് എന്ന് പറയാം. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് ജോലി ഉള്ളത് എന്ന് പറയാം. പിന്നെ അതേപോലെ നമുക്ക് അതിലെ ബെറൂഫിന്റെ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമുക്ക് എന്നൊക്കെയാണ് ഓഫ് ഉള്ളത്. ഇപ്പൊ വൊഹനന്റെ ആണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ളത് എന്നുള്ള രീതിക്ക് പറയാം. നമ്മുടെ കൊളീഗ്സ് ആയിട്ട് നമ്മൾ നല്ല എന്താണ് ഹാപ്പിയാണ്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ള രീതിക്ക്, അങ്ങനെ ഒരു 4-5 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി പറയണം. ഒറ്റ സെന്റൻസിൽ നമ്മുടെ ബെറൂഫ് എന്നതാന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഇനിയിപ്പൊ ഷ്പ്രാഹന്റെ കേസിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, നമുക്ക് നമ്മുടെ മദർ ടങ് പറയാം, പിന്നെ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാന്ന് പറയും, പിന്നെ നമ്മൾ എന്ത് പറയാൻ പറ്റും, ഇപ്പൊ നമ്മൾ ഡോയിഷ് ആണ് അല്ലെ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഡോയിഷ് ലാൻഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ ഡോയിഷ് പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് എന്ന് പറയാം. ഞാനിപ്പോ ആസ്വൈ ലെവലിലാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നെ വേറെ ഏതെങ്കിലും ലാംഗ്വേജസ് അറിയാമെന്നുണ്ടെങ്കിൽ അത് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡോയിഷ് എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിക്ക് ആ ഒരു ഷ്പ്രാഹനെ പറ്റി നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണം. അത് കഴിഞ്ഞ അടുത്തത് വരുന്നതാണ്, ഇപ്പൊ 3-ാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് പറയാം. എന്ത് ടൈപ്പ് പാട്ടുകളാണ് നമ്മൾ കൂടുതൽ കേൾക്കുക, റൊമാൻറ്റിഷ് ആണോ അതോ മെലോഡിയസ് ആണോ എന്നുള്ളത് നമ്മൾ എടുത്ത് പറയണം. പിന്നെ നമ്മൾ എപ്പോഴൊക്കെ പാട്ട് കേൾക്കുക, ഒഴിവ് സമയങ്ങളിലാണോ അതോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണോ ഉറങ്ങുമ്പോഴാണോ, അത് നമ്മൾ എടുത്ത് പറയും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മ്യൂസിക് എന്താ പറയാ കമ്പോസറെയോ അല്ലെങ്കിൽ പാട്ടുകാരനെയോ നമുക്ക് അതിലെടുത്ത് പറയാവുന്നതാണ്. പിന്നെ മ്യൂസിക് നല്ലൊരു റിലാക്സേഷൻ മെത്തേഡ് ആണെന്നുള്ള രീതിക്ക് ഒരു സെന്റൻസും കൂടി അതിൽ ആഡ് ചെയ്യും.
ഇനിയിപ്പോ റൈസനാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാന് ഒന്നെങ്കിൽ എന്താണ് വൺസ് ഇൻ അയൻമാളിൻ മൊണാച്ചോ, അല്ലെങ്കിൽ അയൻമാളിൻ യാറോ, അല്ലെങ്കിൽ അയൻമാളിൻ വൊഹയോ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ആഴ്ചയിൽ ഒരു വട്ടോ അല്ലെങ്കിൽ 2 വട്ടോ നമ്മളിങ്ങനെ റൈസൻ ചെയ്യാറുണ്ട്. എന്നിട്ട് എന്ത് പറയാം? ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ റൈസൻ ചെയ്യാറുണ്ട് എന്ന് പറയാം. അത് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ റൈസൻ ചെയ്യാറുണ്ട് എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എങ്ങനത്തെയാണ്? അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈസൻ ആണോ, അതോ ജസ്റ്റ് ബൈക്ക് റൈഡിങ് ആണോ, അതോ ക്ലൈംബിംഗ് ആണോ, അതോ നാച്ചുർ കാണാനാണോ, അതോ വാസർ റിലേറ്റഡ് ആണോ? അത് നമുക്ക് എടുത്ത് നമ്മൾ എന്ത് പറയാ? റൈസണില് ഇൻക്ലൂഡ് ചെയ്യും. ഇനി നമ്മുടെ ഫാമിലീന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എനിക്ക് എൻ്റെ ഫാമിലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫാമിലി ഒരു കുഞ്ഞ ഫാമിലി ആണെങ്കിൽ ചെറിയ ഫാമിലിയാണ്, വലിയ ഫാമിലി ആണെങ്കിൽ വലിയ ഫാമിലിയാന്ന് പറയാം. അതായത് പൈസയുടെ കാര്യമല്ല കേട്ടോ വലുത് ചെറുത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ ചെറിയ ഫാമിലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛനമ്മ കുട്ടികൾ എന്നുള്ള ഒരു രീതിക്ക്. വലിയ ഫാമിലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ള ആ ഒരു ഫാമിലിയാണ്. അപ്പൊ അതങ്ങനെ പറയാം. പിന്നെ എന്ത് പറയാം? ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാറുണ്ട് എന്ന് പറയാം, പുറത്തു പോവാറുണ്ട് എന്ന് പറയാം, ഒരുമിച്ച് വീട്ടിലെ ജോലികൾ ചെയ്യാറുണ്ട് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 5-6 സെന്റൻസുകൾ പറയും. ഈ മാഹേഗാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോബീസ് ആണ്. അപ്പൊ നമ്മുടെ ഹോബീസിനെ പറ്റി ഇപ്പൊ ലേസൺ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഇന്നത്തെ ടൈപ്പ് ബുക്ക് വായിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് പോയിന്റ്സുകൾ പറയും. അപ്പൊ സിഷ്ഫോസ്റ്റലൻ എന്ന് പറയുന്നത് മൊത്തത്തില് ഒരു സ്റ്റാർട്ടിങ് കൊടുത്തൊരു ഗുഡ് ടാഗ് ഒക്കെ പറഞ്ഞ് നമ്മുടെ പേരും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഈ ഏതെങ്കിലും ഒരു 5 പോയിന്റ്സിനെ സെലക്ട് ചെയ്ത്, അത് ഇന്നതാണ് ഞാൻ സെലക്ട് ചെയ്തതെന്നൊന്നും പറയാനില്ല. നമ്മൾ ഡയറക്റ്റ് അതിനെപ്പറ്റി ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞ് പിടിപ്പിക്കണം. 10 മാർക്കിനുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഔഷ്പ്രാഹ്യം. നമ്മൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ വൃത്തിയായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സബ്ജക്റ്റും വെർബും ഒക്കെ കറക്റ്റ് സ്ഥലത്ത് തന്നെയല്ലേ നമ്മൾ കൊണ്ടിടുന്നേന്നുള്ളതും കൂടി നോക്കിക്കോ. ഓക്കെ, ഇതാണ് ഔഫ്ഗാബെ ഐൻസില് വരുന്ന കാര്യം കേട്ടോ. ഔഫ്ഗാബെ സ്വൈന്റെ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം, ഇല്ലെങ്കിൽ അത് ഭയങ്കര ലാഗ് ആയി പോവും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.